ഇന്നത്തെ IPL മത്സരത്തിൽ ഡൽഹിയും കൊൽക്കത്തയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കൊൽക്കത്ത ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ചെന്നൈ, രാജസ്ഥാൻ, RCB ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഡൽഹി 142 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത ഈസി ആയിട്ട് കളി ജയിച്ചു. നിലവിൽ പോയിന്റ് ടേബിൾ നോക്കിയാൽ ലക്നൗ പുറത്തായിരിക്കുകയാണ്. 6 പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ. ടേബിളിൽ ലാസ്റ്റാണ് ലക്നൗ. അവരെ നമുക്ക് മാറ്റി നിർത്താം. കൊൽക്കത്ത ഇന്ന് കളി ജയിച്ചതുകൊണ്ട് അവരിപ്പോൾ പോയിന്റ് ടേബിളിൽ മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 9 പോയിന്റ് കൊൽക്കത്തയ്ക്കുണ്ട്. ഇനിയുള്ള മാച്ചുകളിൽ ജയിച്ചാൽ കൊൽക്കത്തയ്ക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. നിലവിൽ 1-ാം സ്ഥാനത്ത് ഹൈദരാബാദാണ്. 14 പോയിന്റ് അവർക്കുണ്ട്. അവരെ 99% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പഞ്ചാബിൻ്റെയും അവസ്ഥ. 10 മാച്ചിൽ നിന്ന് 13 പോയിന്റ് പഞ്ചാബ് നേടിക്കഴിഞ്ഞു. അവരും ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് RCB ഉണ്ട്. 12 പോയിന്റാണ് RCBക്ക്. പക്ഷേ RCB പ്ലേ ഓഫ് ഉറപ്പിച്ചെന്ന് പറയാൻ സാധിക്കില്ല. കാരണം തൊട്ട് താഴെ ടീമുകളെല്ലാം തന്നെ 12 പോയിന്റോടെ മുൻപന്തിയിലുണ്ട്. RCB, രാജസ്ഥാൻ, ഗുജറാത്ത് ഈ 3 ടീമുകൾക്കും 12 പോയിന്റാണ്. അതുകൊണ്ട് ആര് കയറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിന് തൊട്ട് താഴെ ചെന്നൈ ടീമും ഉണ്ട്. ചെന്നൈക്ക് 10 മാച്ചിൽ നിന്ന് 10 പോയിന്റ് ഉണ്ട്. ചെന്നൈക്ക് വേണമെങ്കിൽ പ്ലേ ഓഫിൽ കയറാം. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ ചെന്നൈയും പ്ലേ ഓഫിൽ കയറും. ഡൽഹി ഇന്ന് കളി തോറ്റതുകൊണ്ട് അവരുടെ പ്ലേ ഓഫ് സാധ്യത പോയിരിക്കുകയാണ്. നിലവിൽ പ്ലേ ഓഫിന് വേണ്ടി 6 ടീമുകളാണ് മത്സരിക്കുന്നത്. ചെന്നൈ, ഗുജറാത്ത്, രാജസ്ഥാൻ, RCB, പഞ്ചാബ്, ഹൈദരാബാദ്. ഇതിൽ പഞ്ചാബിനെയും ഹൈദരാബാദിനെയും മാറ്റി നിർത്താം. അവരെ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചു. ബാക്കി 2 സ്ലോട്ടുണ്ട്. അതിനുവേണ്ടി 4 ടീമുകളാണ് മത്സരിക്കുന്നത്. ചെന്നൈ വരുന്ന മാച്ച് ജയിച്ചാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ കടക്കും. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ വാശിയേറിയതായിരിക്കും. ആര് കടക്കുമെന്നത് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.